എല്ലാവർക്കും മിനീസ് മിനി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് കർക്കിടക മാസത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു കറി പരിചയപ്പെടാം. അതായത് ചുടു മുളകോഷ്യം. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ആരോഗ്യകരമായിട്ടും പ്രത്യേകിച്ചും നമ്മൾ ആഹാര രീതിയിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്ന സമയമാണ്. പിന്നെ ഈ കർക്കിടക മാസത്തിൽ മരുന്ന് കഴിക്കുന്നവർക്ക് പഥ്യമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പഥ്യത്തിൽ കഴിക്കാൻ പറ്റുന്ന ഒരു കറി കൂടിയാണ് ചുടു മുളകോഷ്യം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമ്മൾക്ക് ചേനയും കായും ഒന്ന് മുറിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ചേന മുറിച്ചെടുക്കുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൊത്തി അരിയണം ചേന. ഇതുപോലെ ഇങ്ങനെ കൊത്തി അരിയണം. അപ്പോൾ ഇങ്ങനെ കൊത്തി അരിയുകയാണെങ്കിൽ ചേന പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ അരിവൊക്കെ ഇതേപോലെ കൊത്തി അരിയുമ്പോൾ ഇതിൻ്റെ അരിവൊക്കെ പെട്ടെന്ന് വെന്ത് ഈ കറിയിലേക്ക് യോജിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ കൊത്തി അരിയണമെന്ന് പറയുന്നത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് കായും കൂടെ കായിൻ്റെതും കൂടെ ഫുൾ തോല് കളയണ്ട. മുകളിലത്തെ തോലിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ കളഞ്ഞ് ഇതുപോലെ രണ്ടായിട്ട് മുറിക്കുക. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഇനി അപ്പോൾ ഞാനിതിലേക്ക് കല്ലുമരി വെച്ചിട്ടുണ്ട്. കല്ലുമരിയാണ് ഞാനിത് കറി ഉണ്ടാക്കാൻ എടുക്കുന്നത്. അപ്പോൾ ഈ കല്ലുമരിയിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. കുരുമുളക് ചതച്ചതാണ്, പൊടിയായിട്ടല്ല, ചതച്ചത്. അപ്പോൾ കുരുമുളക് ചതച്ചത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ചേർക്കേണ്ടത് 1 കഷ്ണം ശർക്കരയാണ്. ശർക്കര 1 കഷ്ണം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം വെള്ളം ഒഴിക്കാം. സ്വല്പം വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ഇങ്ങനെ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ കുരുമുളകിൻ്റെ ഒരു കുത്തുണ്ടാവുമല്ലോ, ഒരു വല്ലാത്തൊരു എരിവല്ലേ, അതിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഈ ശർക്കരയും കുരുമുളകും കൂടെ ഒന്ന് വേവിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ചേനയും കായും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചേനയും കായും ചേർത്തു. അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി 1 1/2 ടീസ്പൂൺ. പിന്നെ അതുകൂടാതെ ഉപ്പ് ആവശ്യത്തിന് അതും കൂടെ ചേർത്ത്, ഒന്ന് വെള്ളവും കൂടെ ചേർത്ത്, ആവശ്യത്തിന് വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഒന്ന് ഇളക്കുക. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പില അതും കൂടെ ഇതിലേക്ക് ഇട്ട് നല്ലപോലെ മൂടി വെച്ചതിനൊന്ന് വേവിക്കാം. പിന്നെ നമുക്ക് ഈ ചേനയുടെ കായിൻ്റെ കൂടെ തന്നെ മത്തനും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. മത്തനും കൂടി 3 കഷ്ണം കൂടി ഇട്ടിട്ടും നമുക്ക് ചുടുമുളശ്ശിയാക്കാം. അതുകൂടാതെ നമുക്ക് നമ്മുടെ കുമ്പളങ്ങ കൊണ്ടും നമുക്കിതുപോലെ ചുടുമുളശ്ശി ഉണ്ടാക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ
നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയേ, ഇപ്പോൾ ചേന നമ്മൾ അങ്ങനെ കൊത്തി അരിഞ്ഞത് കൊണ്ട് ഇപ്പോൾ ഇത് നല്ലപോലെ അരിവൊക്കെ ഈ കഷ്ണത്തിലോട്ട് യോജിച്ച് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് വറുത്തിടണം. വറുത്തിടുന്നതിന് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തു. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടട്ടെ. ആ പൊട്ടി വരുമ്പോൾ നമുക്ക് ഉഴുന്ന് പരിപ്പും അതുപോലെ തന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് ഉഴുന്ന് പരിപ്പ് നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് കറിവേപ്പില ഇതും കൂടെ ചേർത്ത് നല്ലപോലെ ഇതൊന്നും ഇങ്ങനെ ഇളക്കുക. നമുക്ക് ഈ വെളിച്ചെണ്ണ ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഇത് നെയ്യ് ഒഴിച്ചും നമുക്ക് ഈ കടുക് വറുത്തിടാം കേട്ടോ. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യും ഇതിലേക്ക് ചേർക്കാം. പിന്നെ നല്ലോണം മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങ ചിരകിയതാണ്. തേങ്ങ ചിരകിയത് ഏതാണ്ട് ഒരു 4 ടേബിൾ സ്പൂൺ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് അപ്പോൾ തേങ്ങ നല്ല മൂക്കുന്നത് വരെ നന്നായിട്ട് ഇതിനെ ഒന്ന് വറുക്കുക. ഇത് നല്ലപോലെ മൂത്ത് വന്നു. ഇനി നമുക്കിത് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ വറുത്തിട്ട് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ചുടുമൊളീഷ്യല്ലേ. ഇപ്പോൾ ഇത് കർക്കിടക മാസത്തിലല്ലെങ്കിലും നമുക്കിത് സ്ഥിരമായിട്ട് ചേന നമ്മളെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്, വയറിനും വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളെ കർക്കിടക മാസം അല്ലെങ്കിലും നമുക്കിത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ കറി ആക്കി കഴിക്കാം. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.